നമസ്കാരം, സയന്റിഫിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ എസൻസ് ഗ്ലോബലിൻ്റെ ഒരു പ്രധാന അംഗമായിട്ടുള്ള ആരിഫ് ഹുസൈൻ്റെ ചില വാദങ്ങളുടെ വർഗീയ മുഖം നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതേ വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ ഏകദേശം ഒരു മാസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ ആരിഫിനെ ചലഞ്ച് ചെയ്തിരുന്നു ആരിഫ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനുമായിട്ടുള്ള എവിഡൻസോ ഡാറ്റയോ മുന്നോട്ട് വെക്കാൻ. ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രവർത്തകൻ എവിടുന്നാണ് ഈ ശതമാനക്കണക്കുകൾ കൊണ്ടുവരുന്നത്? അതിന് തെളിവ് വെക്കാൻ ആരിഫിനെ ചാലഞ്ച് ചെയ്യുകയാണ്. 1% ആളുകൾ പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും എന്ന് എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞു പോകുന്നത്. അതിനായിട്ടുള്ള റെസ്പോൺസ് ആരിഫ് ഹുസൈൻ പലപ്പോഴായും പല വേദിയിലും ആവർത്തിച്ച് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എസൻസിലെ പ്രമുഖനായ ആരിഫ് ഹുസൈൻ മുസ്ലിം വെറുപ്പ് പറയുന്നത് ഒന്ന് കേൾക്കാം. നമ്മളെ കൂടെ നടക്കുന്ന ആൾ, മുസ്ലിം ആയിട്ടുള്ള സുഹൃത്തായിട്ട് നമ്മളെ കൂടെയുള്ള ആൾ, അവൻ തീവ്രവാദിയാണോ അല്ലയോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ഇവിടെ ഉണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഫാറൂഖിനെ കൊന്നത് കൂട്ടുകാരനാണ്, അറിയോ? അല്ല, അപ്പൊ അവസാനം ആരിഫ് പറഞ്ഞ എന്തായാലും ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ എനിക്കൊരുപാട് മുസ്ലിം കൂട്ടുകാരുണ്ട്, അവരെന്തായാലും തീവ്രവാദികളൊന്നല്ല. അല്ല, ഏത് മുസ്ലിമാണ് ഫുൾ ഇസ്ലാം തുടരുന്നത്, ഏത് മുസ്ലിമാണ് ഫുൾ ഇസ്ലാം തുടരാത്തത് എന്ന് നിങ്ങളെങ്ങനെ കണ്ടെത്തും? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ആരിഫ് പറഞ്ഞ കാര്യവും, അതായത് നമ്മുടെ സുഹൃത്തായ ഒരു മുസ്ലിം തീവ്രവാദിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല എന്നതും, ആദ്യം രവിചന്ദ്രൻ പറഞ്ഞ മുസ്ലിംസ് ആർ ലവ്ലി എന്ന് പറയുന്നതും ഒരുമിച്ച് പോകില്ല. ഇനി ഇതിൻ്റെ അടിയിൽ എഴുതിയ കമൻറ്റ് കണ്ടോ? ഞാൻ ഏതൊരു വീഡിയോയിൽ പറയുന്നുണ്ട്, അതായത് നിങ്ങൾ കൂട്ടുകാരനായിട്ടുള്ളൊരു മുസ്ലിം അവൻ തീവ്രവാദിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തോ മുസ്ലിം വിരുദ്ധത പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ എന്തോ സാധനമൊക്കെ ഇറക്കിയിട്ട് നടക്കുന്ന കുറേ ആളുകളൊക്കെ ഇവിടെ കണ്ടു. അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ ഫേസ്ബുക്കിൽ കമൻറ്റ് ഇടുന്ന ഓരോ മുസ്ലിം മത വിശ്വാസി, ഇസ്ലാം മത വിശ്വാസി നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. ഇവർ ആ വീഡിയോ ഇട്ട് അതിൻ്റെ താഴെ തന്നെ ഒരു കമൻറ്റ് വന്നു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ അവിടെ അടികൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഇന്ത്യ ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കും, ലോകം ഇസ്ലാം കീഴടക്കുമെന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ട് ആ വീഡിയോ തന്നെ അവിടെ തേഞ്ഞു പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ട് അവർക്ക് ഇപ്പോഴും കാര്യം പിടിയിട്ടില്ല. അപ്പോൾ ഞാനിവിടെ പറയുകയാണ്, നിങ്ങൾ മുന്നിലുള്ള ഓരോ മുസ്ലിം കൂട്ടുകാരനായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, അവൻ്റെ ഉള്ളിലുള്ള ഈ തീവ്ര സ്വഭാവം അത് പുറത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളെയൊക്കെ പോസ്റ്റിൻ്റെ താഴെ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ്. ജോസഫ് മാഷിന്റെ അവാർഡിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ചോ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ നോക്കുക. തലേന്ന് വരെ വളരെ മാന്യനായിട്ട് ഒരു അഴകുഴമ്പൻ വിശ്വാസിയായിട്ട്, സാധാരണ വിശ്വാസിയായിട്ട്, പീസ്ഫുൾ. ഓക്കെ, അപ്പോൾ ഇതാണ് പുള്ളി പറഞ്ഞ 2 റെസ്പോൺസുകൾ. നമ്മൾ ഇദ്ദേഹത്തോട് തെളിവ് കാണിക്കാൻ പറഞ്ഞ എന്തിനായിരുന്നു? കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ്റെ 1% വരുന്ന, അതായത് ഏകദേശം 88,000 പേര് വരുന്ന മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ അവർ പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന ടെററിസ്റ്റുകളാണ്, അതായത് സൂയിസൈഡ് ബോംബ് ചെയ്യാൻ നടക്കുന്ന ടെററിസ്റ്റുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ തെളിവാണ് ചോദിച്ചത്. അതിന് അദ്ദേഹം തിരിച്ച് പറഞ്ഞതെന്താ? നിങ്ങളുടെ ചാനലിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെയൊക്കെ താഴെ വരുന്ന കമൻറ്റുകൾ നോക്കൂ എന്നാണ്. ഇനി നമുക്ക് ഒരു ഉത്തരവേ പറയാനുള്ളൂ, ട്രോൾ രൂപത്തിൽ തന്നെ പറയാനുള്ളൂ, ചിരിച്ചു തള്ളുക എന്നുള്ളൊരു കാര്യം തന്നെ ഇവിടെ പറയാനുള്ളൂ. ആരിഫ്, ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ വരുന്ന ഓരോരോ കമൻറ്റുകളാണ് നിങ്ങളുടെ തെളിവ്, ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വീഡിയോ തേഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. കേരളത്തിലെ യുക്തിവാദികളുടെ അവസ്ഥ. താങ്കളുടെ വലതുപക്ഷ സഹയാത്രികനായ ശ്രീ രാഹുൽ ഈശ്വരനോട് ഈ TV ആങ്കർ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഞങ്ങൾക്ക് താങ്കളോട് തിരിച്ചു പറയാനുള്ളത്. പക്ഷേ കേരളത്തിലെ 99% ആളുകൾ നിങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്, നിങ്ങളുടെ അഭിപ്രായത്തിനൊപ്പമാണ് നിൽക്കുന്നത് എന്നറിയാൻ നിങ്ങളെടുത്ത സാമ്പിൾ എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ കേരളീയ സംസ്ഥാനത്തിന്റെ പൊതുബോധം ഇതാണെന്ന് പറയാനുള്ള എന്ത് സർവേ ഫലമാണ് അങ്ങയുടെ കയ്യിലുള്ളത് എന്നതും എനിക്ക് വ്യക്തമല്ല. കേരളത്തിലെ പൊതുബോധം ഇന്നതാണെന്ന് നിങ്ങൾ പറയുന്നിടത്ത് വന്ന് നിൽക്കോ? ഇനി പെട്ടെന്ന് മറുപടി പറഞ്ഞോട്ടെ. ഒന്ന്, ആ പൊതുബോധം എന്താണെന്നും പൊതുമനസ് എന്താണെന്നും എല്ലാ ചാനലിന്റെയും താഴെ വരുന്ന കമന്റ് നോക്കിയാൽ മതി. രണ്ടിനി നമുക്ക് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ആ വീഡിയോ ഇട്ട് അതിൻ്റെ താഴെ തന്നെ ഒരു കമൻറ്റ് വന്നു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങൾ അവിടെ അടികൂടിയിട്ടൊന്നും ഒരു കാര്യമില്ല, ഇന്ത്യ ഇവിടെ ഇസ്ലാമിക രാജ്യമാക്കും. അപ്പോൾ ഞാനിവിടെ പറയുകയാണ്, നിങ്ങൾ മുന്നിലുള്ള ഓരോ മുസ്ലിം കൂട്ടുകാരനായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ, അവൻ്റെ ഉള്ളിലുള്ള ഈ തീവ്ര സ്വഭാവം അത് പുറത്ത് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളെയൊക്കെ പോസ്റ്റിൻ്റെ താഴെ സ്ഥിരമായിട്ട് കാണുന്ന കാഴ്ചയാണ്. ജോസഫ് മാഷിന്റെ അവാർഡിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തെക്കുറിച്ചോ വരുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾ നിങ്ങൾ നോക്കുക. ന്യൂസ് ചാനലിന് താഴെ വരുന്ന കമന്റ് നോക്കി കേരളത്തിന്റെ പൊതുബോധം ഞാൻ തീരുമാനിച്ചു എന്നൊന്നും പറഞ്ഞു വെക്കല്ലെന്നേ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. പിന്നെ ഒരു വീഡിയോയും കൂടെ അദ്ദേഹത്തിൻ്റെ ഹലോ ഫ്രീ തിങ്കറോ അങ്ങനെ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ അവിടെയും കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹം പലരുടെയും പോഡ്കാസ്റ്റിലോ അല്ലെങ്കിൽ മറ്റേ സ്ട്രീമിങ്ങിലോ അവിടെയൊക്കെ പോയിട്ട് ഇതേ കാര്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെയും ചാനൽ അദ്ദേഹം ഇത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഇത് കൂടെ കണ്ടിട്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ എന്തുകൊണ്ടാണ് വർഗീയവാദം ആണ് എന്ന് നമ്മൾ പറയുന്നത് എന്ന് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അപ്പോൾ ഇതും കൂടെ ഒന്ന് ജസ്റ്റ് കാണുക, അതിൻ്റെ റെസ്പോൺസും കൂടെ നമ്മൾ ലൈറ്റായിട്ട് ചെയ്തിട്ട് നമുക്കതിലേക്ക് പോകാം. എസൻസിലെ പ്രമുഖനായ ആരിഫ് ഹുസൈൻ മുസ്ലിം വെറുപ്പ് പറയുന്നത് ഒന്ന് കേൾക്കാം.
പറഞ്ഞുതരാം. 60% അടവണ്ണ വിശ്വാസികളാണ്, 10% തീവ്രവാദികളാണ്, അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ നമുക്ക് വിളിക്കാം. അതിൽ ഒരു 1% പൊട്ടിത്തെറിക്കുന്ന ആളുകളായിട്ട് പോകും. ഒരു ബാക്കി 9% ആളുകൾ തീവ്രമായ ഇസ്ലാമിക നിലപാടുകൾ കൊണ്ട് നടന്ന് ഇവിടെ ഡെമോക്രസി വേണ്ട, ഇവിടെ ശരിയാ പറഞ്ഞാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ. ഇവിടെ ആരിഫ് പറഞ്ഞ കാര്യവും, അതായത് നമ്മുടെ സുഹൃത്തായ ഒരു മുസ്ലിം തീവ്രവാദിയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല, 1% ആളുകൾ പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും എന്ന് എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞു പോകുന്നത്. 1% കേരളത്തിലെ പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന മുസ്ലിങ്ങൾ എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ ഇദ്ദേഹം വിതർന്ന വർഗീയ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാവും. 2011 ഇന്ത്യൻ സെൻസസ് പ്രകാരം കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ 88,73,472 ആണ്. ഇതിന്റെ 1% എടുത്തു കഴിഞ്ഞാൽ 88,734 വരും. ഇത്രയും പേര് പൊട്ടിത്തെറിക്കാൻ ഐസിസിൽ തന്നെ ഉണ്ടാവുന്ന സംശയമാണ്. പിന്നെയാണ് കേരളത്തിൽ. ഇവിടെ ഇവർ ചെയ്യുന്നത് ഇസ്ലാം എന്ന മതത്തിന്റെ ആശയങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്, മുസ്ലിങ്ങളെ അല്ല എന്നൊരു വ്യാജ കവചം സൃഷ്ടിച്ച് സമൂഹത്തിലേക്ക് മുസ്ലിം വിരുദ്ധ കുത്തിക്കയറ്റുക എന്നതാണ്. ഇങ്ങനെ ഇസ്ലാമോഫോബിയ പറയുന്ന ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. ഒരു 1% ആളുകൾ പൊട്ടിത്തെറിക്കുന്നവരായിരിക്കും എന്ന് എത്ര ലാഘവത്തോടെയാണ് പറഞ്ഞു പോകുന്നത്. أجمل من الموت في سبيل الله. صلى الله عليه وسلم من بدل دينه فاقتلوه حتى لا يبقى يهودي ولا صهيوني على وجه هذه الارض. عقيدتنا في قتالكم اننا سنبيدكم على بكرة ابيكم ولن نبقي منكم احدا. اللهم عليك اليهود، اللهم عليك اليهود، شل اركانهم ودمر كيانهم ومزق امرهم واجعل باسهم شديدا. اللهم مكننا من رقاب يهود، اللهم مكننا من رقاب يهود، اللهم مكننا من رقاب يهود. كلهم حيث ثقفتموهم مش نعرفش حاجه وين بدنا نستطيع سنقاومهم التي يتبر فيها ملكهم ويباد فيها ابنائهم. اللهم عليك باليهود ومن والاهم، اللهم عليك بالامريكان ومن والاهم، اللهم احصهم عددا واقتلهم بددا ولا تغادر منهم احدا. اللهم مكن اخواننا المجاهدين من رقابهم، اللهم مكن اخواننا من رقابهم، اللهم مكن لهم. اللهم عليك بالكفار والملائكه والمشركين، احصهم عددا واقتلهم بددا ولا تغادر منهم احدا. We are in this country purely for the sake of Allah. The moment you make this intention, you will look at things different. People will meet you different. How can it be that your co-workers know you as a Muslim for 10 years? Not once you presented Islam to them. You don't know why your purpose is here. Are you guys together? We are in this country for Allah. Allah is saying, do not obey the disbelievers. Don't yield to them. And then He gives us the process of what to do next. وَجَاهِدْهُمْ بِهِ جِهَادًا كَبِيرًا. And so make jihad against them. What is your duty as a member of the Ummah now that you are also an American? It is our physical jihad duty to fight the entire earth until we enter into the Ummah. പറയും അടുത്ത വീട്ടിലുള്ളവരുടെ വെളിച്ചം പോലും കാണരുത്, കുഫറിന്റെ വെളിച്ചം കുഫറിന്റെ ആളുകളുടെ വെളിച്ചം എന്റെ വീട്ടിൽ കാണരുത് എന്നൊരാൾ തീരുമാനിച്ചാൽ അയാളുടെ ഈമാൻ വികസിക്കും. അപ്പോൾ ഇവിടെ അദ്ദേഹം എന്താണ് നമുക്ക് തെളിവായിട്ട് തരുന്നത്? കേരളത്തിലെ 88,000 പേര് വരുന്ന മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ സൂയിസൈഡ് ബോംബേഴ്സാണ്, ടെററിസ്റ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ തെളിവായിട്ട് ഇദ്ദേഹം ഇവിടെ വെക്കുന്നത് കുറേ ഉസ്താദുമാരുടെ കുറേ ടോക്കുകളാണ്. അപ്പോൾ ഇതാണോ ആരിഫ് തെളിവുകൾ? കേരളത്തിലെ 88,000 വരുന്ന മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾ പൊട്ടിത്തെറിക്കാൻ നടക്കുന്നവരാണ് എന്ന് താങ്കളുടെ സ്റ്റേറ്റ്മെൻറ്റിനുള്ള തെളിവാണോ? എവിടെയോ കിടക്കുന്ന കുറേ ഉസ്താദുമാർ എന്തൊക്കെയോ പറയുന്ന ഓഡിയോയാണ് താങ്കളുടെ തെളിവ്. പരിതാപകരമാണ് ഡോക്ടർ ആരിഫ്. 1% പൊട്ടിത്തെറിക്കുന്ന ആളുകളായിട്ട് പോകും. ഇനി ഇദ്ദേഹം പറയുന്നത് പച്ചവർഗീയതയാണ് എന്ന് നമ്മൾ പറയുന്ന കാരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. കേരളത്തിലെ 1% വരുന്ന മുസ്ലിങ്ങൾ ഏകദേശം 88,000 പേർ പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന തീവ്രവാദികളാണ്, അതായത് സൂയിസൈഡ് ബോംബിംഗ് നടത്തുന്ന ടെററിസ്റ്റുകളാണ്. അതിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വരെ ഉൾപ്പെട്ടേക്കാം. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് ഒരു മാർഗവുമില്ല. അപ്പോൾ അങ്ങനെ തിരിച്ചറിയാൻ മാർഗമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും പൊട്ടിത്തെറിക്കുന്ന ഒരാളാണ് എന്ന് അനുമാനിക്കുകയേ മാർഗമുള്ളൂ. അപ്പോൾ ഇദ്ദേഹം ഇന്നസെൻസ് പറയുന്നത് എന്താണ്? കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളെയും ഒരു തീവ്രവാദിയെ നോക്കുന്ന പോലെ തന്നെ നമ്മൾ പേടിച്ച് വേണം നോക്കാനായിട്ട്. കാരണം ഇതിൽ ആരാണ് സൂയിസൈഡ് ബോംബർ എന്ന് നമുക്കറിയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ തീവ്രവാദികളാണ് എന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അവരെ അപരവൽക്കരിക്കും, അവരെ മാറ്റി നിർത്തും, അവർ സമൂഹത്തിൽ വേറെ ഒരിടങ്ങളിൽ ഇടപെടുത്താതിരിക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയാണ് വർഗീയവാദം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ്റെ ഇവിടെ സൂചിപ്പിച്ച വാദങ്ങൾ വർഗീയവാദങ്ങളാണ് എന്ന് തിരിച്ചറിയേണ്ടത്. ആരിഫ് ഹുസൈൻ്റെ 2 പ്രസ്താവനകളുടെ, അതായത് 1% മുസ്ലിങ്ങൾ പൊട്ടിത്തെറിക്കാൻ നടക്കുന്ന സൂയിസൈഡ് ബോംബേഴ്സ് ആണെന്നും രണ്ടാമത്തേത് ഈ 1% വരുന്ന ആളുകൾ ആരാണെന്ന് നമുക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിലൂടെ നമ്മുടെ നാട്ടിലുള്ള ഏതൊരു മുസ്ലിമും ഈ 1% പെടുന്ന, അതായത് പൊട്ടിത്തെറിക്കുന്ന മുസ്ലിം ആവാനായിട്ട് ഉള്ള സാധ്യത ഒരേപോലെയാണ്. ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 5 വയസ്സായ കുട്ടിയും ഒരു 90 വയസ്സായിട്ടുള്ള വൃദ്ധനും പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ അളവിലാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽ ആദ്യ പാപം എന്ന് പറയുന്ന അതേ ഒരു കൈൻഡ് ഓഫ് കൺസെപ്റ്റാണ് ആരിഫ് ഹുസൈൻ ഉദ്ദേശിക്കുന്നത്. അതായത് നിങ്ങൾ മുസ്ലിം സമൂഹത്തിലാണ് ജനിക്കുന്നത് എങ്കിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നവനാണ് എന്നുള്ള പാപഭാരം നിങ്ങൾ ഏറ്റെടുത്തുകൊള്ളുക. അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾ ജനിക്കുന്നത് മുതൽ നിങ്ങൾ ജീവിതാവസാനം വരേക്കും നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ പൊട്ടിത്തെറിക്കുന്നവനാവാം. അതുകൊണ്ട് നിങ്ങൾ മരിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നിങ്ങൾ പൊട്ടിത്തെറിക്കാത്തവനാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഒരു തീവ്രവാദിനെ എങ്ങനെ സമൂഹം കണക്കാക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ കണക്കാക്കപ്പെടും നിങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ. ഇനി നിയമത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കഴിഞ്ഞാലും
ഒരു വ്യക്തി കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നവരേക്കും അയാൾ നിരപരാധിയാണ് എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൻ ഗിൽറ്റി. പക്ഷേ ആരിഫിന്റെ വാദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കാറ്റിൽ പറത്തേണ്ടി വരും. ഇവിടെ ആരിഫ് ഹുസൈൻ മതത്തിന്റെ ആശയത്തിനെ വിമർശിക്കുന്നതിന് ഒരു എതിർപ്പുമില്ല. ഇൻഫാക്ട് കംപ്ലീറ്റ് സപ്പോർട്ടാണുള്ളത്. പക്ഷേ ആശയത്തിനെ എതിർക്കുന്നതിന് പകരം ആളുകളെ തീവ്രവാദികളാണ് എന്ന് മുദ്ര കുത്തുന്നതിലാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് UN ഡെഫിനിഷനിൽ പ്രകാരം ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നതിൻ്റെ കീഴിൽ തന്നെ ആരിഫ് ചെയ്യുന്ന പ്രവൃത്തി വരും. ഇത് മുസ്ലിം വെറുപ്പും വിദ്വേഷവും സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പെരുമാറ്റമാണ് എന്ന് നമ്മൾ എടുത്തെടുത്ത് വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഇസ്ലാമോഫോബിയയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടെ ഓർമ്മ വന്നത്. ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന ആശയത്തിനോട് ഉള്ള ഫോബിയ, അകാരണം ആയിട്ടുള്ള ഭയം എന്നുള്ള അർത്ഥം അല്ല ഉള്ളത്. ഈ ഒരർത്ഥമാണ് ഇസ്ലാമോഫോബിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് എസൻസ് ഗ്ലോബൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രചാരണമായിരുന്നു. ഇസ്ലാമോഫോബിയ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് UN പറഞ്ഞിട്ടുണ്ട്. അതിന് ഡെഫിനിഷനുമുണ്ട്. ഇത് ഇസ്ലാം എന്ന ആശയത്തിനോടുള്ള ഒരു എതിർപ്പല്ല, ഇത് മുസ്ലിം എന്ന വ്യക്തികളോടുള്ള എതിർപ്പാണ്. ഇസ്ലാമോഫോബിയ എന്നതിൻ്റെ മലയാളം തർജിമ ഇതാണ്. അതായത് മുസ്ലിങ്ങളോട് ഉള്ള ഭയമോ വെറുപ്പോ കാരണം മുസ്ലിങ്ങളോടും മറ്റ് അമുസ്ലിങ്ങളോടും അസഹിഷ്ണുതയും ശത്രുതയും ഉണ്ടാക്കുന്ന വിധത്തിൽ ഓൺലൈനായോ ഓഫ്ലൈനായോ അവരെ ഭീഷണിപ്പെടുത്തുകയും ഉപദ്രവിക്കുകയും പ്രകോപനം നടത്തുകയും ചെയ്യുന്നതിനെ ആണ് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നത്. യുക്തിവാദികൾ എന്ന നിലയിൽ ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയുമാണ്. ഒരു വ്യക്തി ഒരു സമൂഹത്തിൽ ജനിച്ചു എന്ന ഏക കാരണം കൊണ്ട് അയാളെ കാണുമ്പോൾ മാറി നടക്കുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ഏതൊരു വ്യക്തിയും സമൂഹത്തിന് മുന്നിൽ സമമായി കണക്കാക്കുകയും അതിനനുസരിച്ച് അവരോട് പെരുമാറുക എന്നുള്ള ഏതൊരു പൗരൻ്റെയും അവകാശം അവരിൽ നിന്ന് അകാരണമായിട്ട് എടുത്തു മാറ്റാതിരിക്കുക എന്നുള്ള കാര്യമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ബേസിക് നെഗറ്റീവ് മോറൽ റൈറ്റാണ് റൈറ്റ് അഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ്, റേസ് ഓർ ജെൻഡർ എന്നുള്ളത്. ഇതുതന്നെ നമ്മുടെ ഭരണഘടനയും അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം മാനവിക മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ആളുകളെ വോക്കെന്നും സുഡാപ്പിയെന്നും സംഘിയെന്നും വിളിച്ചിട്ട് കാര്യമില്ല മിസ്റ്റർ ആരിഫ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.